ഹായ് ആൻഡ് വെൽക്കം ടു ഡൂഡിൽസ്. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റെയിനി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണിത്. സോ എൻജോയ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. രാത്രി പോയ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇച്ചിരി ഉഴപ്പുന്നത് കൊണ്ട് ഞാൻ ഒരു 24 hours നോ ഇൻ്റർനെറ്റ് ചാലഞ്ച് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ സാഹചര്യങ്ങളും കൂടി ഒത്തുവന്നത്. പഠിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ഒന്ന് ചെന്ന് നോക്കി. കാരണം ഇന്നലത്തെ മഴയിലും കാറ്റിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് എൻ്റെ ചില ബലമില്ലാത്ത ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത്. ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു തണുപ്പും ഒരു മടി, ഇരുട്ട്, അങ്ങനത്തെ ഒരു കാലമല്ലേ. അപ്പോൾ എല്ലാവർക്കും പഠിക്കാനൊക്കെ കുറച്ച് മടിയായിരിക്കും. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒച്ചത്തിൽ വായിച്ച് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തിരിച്ചല്ലേ, എനിക്കെന്താ ഇങ്ങനെയെന്ന്. പക്ഷേ എനിക്കറിയില്ല, ഡിഫൈൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സമയമാണ് ഈ റെയിനി സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീക്കാനും പഠിക്കാനൊക്കെ ഇഷ്ടവുമാണ്. എന്നും പറഞ്ഞ് നമുക്ക് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനൊന്നും തോന്നില്ല കേട്ടോ. എൻ്റെ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ബോറടിച്ചപ്പോഴത്തേക്കും ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ആഫ്റ്റർ റെയിൻ എഫക്ട്സ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ വീട്ടിലൊരു സപ്പോട്ട മരത്തിൽ സപ്പോട്ട എപ്പോഴും കായ്ക്കും. എനിക്ക് സപ്പോട്ട വലിയ ഇഷ്ടമുള്ള ഫ്രൂട്ടല്ല, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഒരുപാട് നിൽക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. പിന്നെ എൻ്റെ വീട്ടിലൊരു ഡോഗുണ്ട്, ഷിറ്റ്സു ആണ് ബ്രീഡ്. ഇപ്പോൾ അതിൻ്റെ ഹെയർ എല്ലാം കളഞ്ഞിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊന്ന് പോയി കളിപ്പിച്ചു. ആകാശം ഇപ്പോഴും അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. റോഡിൽ കൂടെ പോകുന്ന 2-3 പേര് കറണ്ട് വരാൻ ഉച്ചയാകും എന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ കേട്ടിരുന്നു. ഇനി അടുത്ത സെഷൻ തുടങ്ങണം. അടുത്ത സെഷൻ ഉച്ചവരെ പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങി. പക്ഷെ അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഇങ്ങനെ കുറച്ചിരുന്ന് പഠിക്കുന്നത് എപ്പോഴും ഇട്ട് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറച്ച് ഇങ്ക് നിറയ്ക്കലും അങ്ങനത്തെ കുറച്ച് അൽക്കുലത്ത് പരിപാടികളിലോട്ടൊക്കെ തിരിഞ്ഞായിരുന്നു. ഞാൻ ഹീറോ പെന്നാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹീറോ പെൻ. ഞാൻ സ്ഥിരമായി ഹീറോ പെൻ മാത്രം യൂസ് ചെയ്തിരുന്നു അങ്ങനെയൊന്നുമല്ല. സ്കൂളിൽ ഞങ്ങൾ ഹീറോ പെന്നായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ഹീറോ പെന്നിലേക്ക് തിരിഞ്ഞത്. ഹീറോ പെൻ ഒരു വിൻറ്റേജ് ആ ഒരു ലുക്കും തരും. മാത്രമല്ല നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ആകും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് സ്കൂൾ സമയത്തൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ കോളേജ് ടൈം എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഇമ്പ്രൂവ് ആയി. എനിക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെന്നുള്ളത്. പിന്നെ ഹീറോ പെൻ ഞാൻ ആക്ച്വലി കൂടുതൽ വെറുതെ എന്തിനാണ് ബോൾ പോയിൻറ്റ് പെൻ വാങ്ങി പൈസ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് യൂസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ബഹളം എന്തൊക്കെയോ കേട്ടപ്പോഴത്തേക്കും ഞാനൊന്ന് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഈ പോസ്റ്റൊക്കെ ഇന്നലെ ചരിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ശരിയാക്കുന്ന എന്തോ ബഹളങ്ങളാണ് കേട്ടത്. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ കണ്ടില്ലേ, ഒരു ചെടിയൊക്കെ ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ 11 മണിയായപ്പോൾ കറണ്ട് വന്നു. കറണ്ട് ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത കാറ്റും മഴയും വരുന്നുണ്ട്. എന്തായാലും അടുത്ത കറണ്ട് പോകുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് കുളിച്ചു ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി. ഫുഡ് ഇന്ന് പുറത്തുനിന്നായിരുന്നു. കാരണം ഇന്ന് കറണ്ട് ഇല്ലാതിരുന്നത് കൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ ഫുഡ് വാങ്ങാൻ പോയി. അതിനുശേഷം കഴിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. കുറച്ച് സമയം ഞാനിരുന്ന് പഠിച്ചു. എല്ലാം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം എപ്പോഴും കാണുമ്പോൾ ബോറായിരിക്കുമല്ലോ. അതിനുശേഷം എൻ്റെ വീടിനടുത്ത് തന്നെ ബീച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്കൊന്ന് പോയി. ആക്ച്വലി കാറിനൊന്നും പോവേണ്ട കാര്യമില്ല, നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിത് കുറച്ച് വളഞ്ഞ വഴിയിൽ കൂടെ തന്നെയാണ് പോയത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി വന്നു. വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു 1 day ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ. ഒന്നും തന്നെ വലുതായിട്ട് ഹാപ്പനിങ് ആയിട്ടൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്